ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, മുട്ടത്തോട് കൊണ്ടുള്ളൊരു ചെറിയ ടൈഗറിനെയാണ് ചെയ്യുന്നത്. അത് മുൻപേ എനിക്കൊരു ടൈഗറിനെ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുട്ടത്തോട് നമ്മളൊരു ബോഡി ഷേപ്പിനനുസരിച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പകുതി പകുതിയായിട്ട് പൊട്ടിപ്പോയ മുട്ടത്തോടുകളെല്ലാം കൂടി ചേർത്ത് വെച്ച് പിന്നെ ഫെവി ബോണ്ട് വെച്ച് നമ്മളത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൽ പിന്നെ ഒരു 2-3 ലെയറുകൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് ആ ഷേപ്പാക്കിയതിന് ശേഷം ഇതിപ്പം ഫേസിലേക്കാണ് 3 ചെറിയ റൗണ്ട് ഉണ്ടാകും. മുഖത്തിലേക്ക് 1, 2, 3 എണ്ണം ഒട്ടിച്ച് മൂക്കിന് വേണ്ടിയിട്ട് അതേപോലെ ഒരു വി ഷേപ്പിൽ ഒട്ടിച്ചങ്ങ് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം 3, 4 ഒരു 10 ലെയറോളം ഇത് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് കവർ ചെയ്താണ് നമ്മൾ അതിലൊരു ഷേപ്പാക്കി എടുക്കുകയാണ് ടിഷ്യൂ പേപ്പറിൽ. എല്ലാവരും ഫേസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലേ, ആ 2 ഉണ്ടാകും. ആ മൂക്കിൻ്റെ ഭാഗം ഈ കാണിക്കുന്ന പോലെ തന്നെ മൂക്കിൻ്റെ ഭാഗം 2 സൈഡിലും പ്രസ് ചെയ്യുമ്പം അത് ഒട്ടിച്ചേർന്നോളും. അല്ലെങ്കിൽ അതിൻ്റെ അതോട് കുറച്ച് ഫെവിക്കോളും ടിഷ്യൂ പേപ്പറുമാണ് കൂടുതലും നമ്മളിത് ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. വേറെ ഒന്നും വേണ്ട, നമുക്ക് വേറെ ഒരു കാര്യങ്ങളും വേണ്ട. ആ ഒരു മുട്ടത്തോട് ഈ B7000 അല്ലെങ്കിൽ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചതിന് ശേഷം കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറും ഫെവിക്കോൾ വെച്ചാണ്. ആ ബോഡി ഷേപ്പ് നമ്മൾ ആ ഒരു മുട്ടത്തോടിലാക്കിയെടുത്ത് അതുപോലെ തന്നെ മുഖത്തോട്ട് ഫേസിലോട്ട് നമ്മൾ ആ ഒരു 3 ചുരുട്ടി വെച്ചിരിക്കുക 3 എണ്ണം. എൻ്റെ ഫേസ് അങ്ങനെയാണ്. ആ ഒരു മൂക്കിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ അതുപോലെ ചെയ്ത് ആ ഒരു ഫേസിൻ്റെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞ് കണ്ടില്ലേ, അത് വീണ്ടും ആ ഒരു ബാക്കിലോട്ട് വീണ്ടും നമ്മൾ എവിടെയാണോ ചുളുങ്ങിയിരിക്കുന്ന ആ ഭാഗത്ത് വീണ്ടും ഒരു ലെയറും കൂടി വെച്ചത് പൊതിഞ്ഞ് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ്. ഒരു 3-4 ലെയർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു നമുക്ക് കളർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു തിക്നെസ് തോന്നുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ അകത്ത് ചെയ്ത് കഴിയുമ്പോൾ അത് മുട്ടത്തോടാണെന്ന് കൂടി പറയത്തത് കൂടിയില്ല. ആ ഒരു രീതിയിൽ നമ്മളതിനെ കവർ ചെയ്തെടുക്കുകയാണ്. ഫെവിക്കോൾ നമ്മുടെ കയ്യിൽ പറ്റാത്ത രീതിയിൽ, കാരണം ഫെവിക്കോൾ തൊടുന്നിടത്തെല്ലാം ആ ഒരു ടിഷ്യൂ പേപ്പർ വളരെ നേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലോട്ട് കണ്ടില്ല. ഇപ്പോൾ ആ തല ഉയർന്ന് ഇരിക്കത്തക്ക വിധത്തിൽ നമ്മളത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ആ ബാക്കിലോട്ടും ആ ഒട്ടിച്ചതിൻ്റെ ബാലൻസ് നമ്മൾ തൊട്ട് താഴോട്ട് കണ്ടില്ലേ, ഒട്ടിച്ചൊട്ടിച്ച് അല്ലെ വെറും ഫെവിക്കോളും ടിഷ്യൂ പേപ്പറും മാത്രം മതി. ഇപ്പം ഒരു മുട്ടത്തോട് കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ തന്നെ ആയിക്കഴിഞ്ഞ് നമുക്കൊരു ബോഡി ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ടൈഗറിൻ്റെ ഒരു പിക്ചർ നമ്മുടെ മുമ്പിൽ വെച്ചത് കൊണ്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ടൈഗർ മാത്രമല്ല, നമുക്ക് ക്യാറ്റും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഫേസ് കട്ട് നമ്മളത് ടിഷ്യൂ പേപ്പറിൽ മെനഞ്ഞെടുക്കുകയാണ്, അതൊരു അതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിപ്പം മുമ്പേ എനിക്ക് ടൈഗർ ഒന്ന് ചെയ്ത് കൊള്ളാമെന്നുണ്ടായിരുന്നു. അതെങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് ഒരു തിട്ടമില്ലായിരുന്നു. ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഫേസ് എങ്ങനെ ആയിരിക്കും, എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിലും അങ്ങനെ ഇല്ലായിരുന്നു. ആ ഒരു ഫേസിൻ്റെ ആ ഒരു താഴത്തെ ഭാഗം നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ്ലി നമുക്ക് പിന്നെ അങ്ങോട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഇത് കണ്ടില്ലേ, ഒരു 2-3 ലെയറൊന്നുമല്ല, ഒരു 7-8 ലെയറോളം നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കവർ ചെയ്തെടുക്കുകയാണ്. ആ ഫേസിൻ്റെ തന്നെ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് തന്നെ എടുക്കണം. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു ഫ്രണ്ട് ലെഗാണ്, അതിനെന്ന് വെച്ചാൽ കണ്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചുരുട്ടി കൂട്ടുന്നത്. നീളത്തിൽ ചുരുട്ടി കൂട്ടി തന്നെയാണ് 2 സൈഡും അത് പൊതിഞ്ഞ് കവർ ചെയ്ത് ആ ഒരു ലെഗ്, ഫ്രണ്ടിലത്തെ ലെഗ് മുൻപിലോട്ട് വെറുതെ ചുരുട്ടി കൂട്ടിയാണ് ചെയ്ത് നോക്കിയതാണ് നമ്മൾ. അതെങ്ങനെ ആയിരിക്കുമെന്നുള്ള ഫ്രണ്ടിലോട്ട് ആ ലെഗ് എങ്ങനെ ആയിരിക്കുമെന്ന് നമ്മളൊന്ന് വെച്ച് നോക്കിയാണ് അത് എങ്ങനെ ആയിരിക്കും നമ്മളത് വെച്ചാൽ കറക്റ്റ് ആവുന്നത്. അതിനുശേഷം കറക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് ഫെവിക്കോളിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 ലെഗും ഫ്രണ്ടിലോട്ട് വെച്ച് ബാക്കിലോട്ടുള്ളതൊന്ന്
ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി വയ്ക്കത്തക്ക വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതും ഉണ്ട്. ഇത് ഫ്രണ്ടിലത്തെ ലെഗ് ഒട്ടിച്ച് കഴിഞ്ഞ് അടുത്ത വേറെ ഒരെണ്ണം കൂടി ഉള്ളത് നമ്മൾ അതേ സെയിം അതുപോലെ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ബാക്കിലേതാണ്, അതുകൊണ്ട് മടക്കിയാണ് ഒട്ടിച്ചിരിക്കുന്നത്. നോക്കിയേ, ആ നീളത്തിലെടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ആ ബാക്കിലെ ലെഗ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടെയിലും നമ്മൾ വെറുതെ ചുരുട്ടി ഉണ്ടല്ലേ സെൻറ്ററിൽ നിന്ന് ഒട്ടിച്ച് മടക്കി വെച്ചിരിക്കുകയാണ്. ഇനിയെന്ന് പറഞ്ഞാൽ ആ 2 ചെവിയാണ്. അത് നമ്മളൊരു ഒരു ലീഫ്, ഒരു എതളിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് മടക്കാനായിട്ട് 2-3 ഫോൾഡ് ചെയ്ത് മടക്കി അതിനെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ഒരു ഷേപ്പ് കണ്ടില്ലേ, ആ ഒരു ഫോൾഡ് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ രണ്ട് ചെവിയും അതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മളവിടെ ഒട്ടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരു ഷേപ്പായി കഴിഞ്ഞ് അത് ചെയ്ത് ഫുള്ളി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു വളരെ സന്തോഷം തോന്നും. ആ ബാക്കിലെ ലെഗിന് കണ്ടില്ല, 2ആയിട്ട് മടക്കിയാണ് ഒട്ടിച്ചിരിക്കുന്നത്. നീളത്തിൽ ചുരുട്ടി 2ആയിട്ട് ഫോൾഡ് ചെയ്ത് അതിനുശേഷം ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഫെവിക്കോള് വെച്ച് നമ്മളിങ്ങനെ ഒട്ടിക്കുവാൻ തന്നെ നല്ല രീതിയിൽ അത് ഫോൾഡ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഷേപ്പായി കഴിഞ്ഞു, ടൈഗറിൻ്റെ ഷേപ്പായി കഴിഞ്ഞ് ഇനി നമ്മളത് കളർ ചെയ്ത് മനോഹരമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഒരു ഷേപ്പാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ കളർ ചെയ്തെടുക്കുകയാണ്. ഇനി ആദ്യമേ അതിന് യെല്ലോയും പിന്നെ അതിനുശേഷം ഓറഞ്ചും അതിനുശേഷം ബോഡി കളറും ചെയ്ത് ഇനി ആ സ്ട്രിപ്സ് ബ്ലാക്ക് കൊണ്ടുള്ള സ്ട്രിപ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സെൻറ്ററിൽ ആ മുഖത്തിൻ്റെ ഫേസിലെന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളില്ല എന്താ പറയുന്ന ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താണൊക്കെ ഉള്ള സ്ട്രിപ്സുകൾ, വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രിപ്സുകൾ ഇട്ടാൽ മാത്രം മതി. ഇതിലിപ്പം ഒരുപാട് കളറുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഓറഞ്ച് കളർ, യെല്ലോ ഇട്ട് ഓറഞ്ച് കളറിട്ട് അതിനുശേഷം ബോഡി കളറ് മുകളിൽ നിന്നെടുത്ത് അതിന് ഷെയ്ഡിട്ട് അങ്ങനെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇട്ട് പിന്നെ വൈറ്റ് ഇട്ട് സ്ട്രിപ്സ് ഇട്ടതിന് ശേഷം ഏറ്റവും വയറിൻ്റെ, ഇപ്പോൾ വൈറ്റ് ഇടുകയാണ്, ആ ഒരു വയറിൻ്റെ ഭാഗവും കാലിൻ്റെ അടിഭാഗങ്ങളെല്ലാം വൈറ്റ് ഇട്ടാണ് ഷെയ്ഡിട്ടത്. ഇതെന്ന് വെച്ചാൽ ആ ഒരു മുഖത്തിൻ്റെ ഫേസിൻ്റെ അവിടെ ആ രോമത്തിന് പകരം ഞാനിവിടെ പഞ്ഞി കൊണ്ടാണ്, ഇതിപ്പം ഫേസ് ആയി കഴിഞ്ഞാൽ മൂക്കിൻ്റെ അവിടെ റെഡ് ഇട്ട് അവിടെ പിങ്ക് ആക്കി വെച്ച് ഇനിയെന്ന് പറഞ്ഞാൽ ആ ഒരു താടിയാണ് കുറച്ച് ഭാഗത്തിലേക്ക് കണ്ടില്ലേ, അത് പഞ്ഞി കൊണ്ടാണ് കട്ട് ചെയ്ത് 2 സൈഡും ആക്കി കഴിഞ്ഞപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ടൈഗറായി കഴിഞ്ഞ്